അങ്ങനെ ആ മധ്യസ്ഥ നാടകം ദയനീയമായിട്ട് പരാജയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു! മലപ്പുറം കത്തി, അമ്പും വില്ലും, ഇറാനിൽ നിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യുന്നു. അബ്ബാസ് അരാക്ചിയും മറ്റേ ഗാലിബിഫും അവർ രണ്ടും പിന്നെ മൂന്നാമതൊരാളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വായിക്കൊള്ളാത്ത പേരായതുകൊണ്ട് ഞാനത് കാണാതെ പഠിച്ചില്ല. ഇവരൊക്കെ വന്നു. ഒരു വിമാനം, ആ വിമാനത്തിന് 5-6 വിമാനങ്ങൾ എസ്കോർട്ട്, F-16, C-130, JF-17, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പറൊക്കെ. ഇങ്ങനത്തെ വിമാനമൊക്കെ ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം. ഏതായാലും അങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകാരെല്ലാം വലിയ ബഹളവും സംഗതിയൊക്കെ ആയി. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അവർ വന്നില്ല, അത് റിഹേഴ്സലായിരുന്നു. ഇസ്ലാമാബാദിലേക്ക് ഇത്രയും വിമാനം പറപ്പിച്ച് റിഹേഴ്സൽ നടത്തുന്നു എന്തിനാണെന്നറിയാമോ? ഇസ്രായേലിനെ പേടിച്ചിട്ട്. ഇസ്രായേൽ എങ്ങാനും യുവമാരുടെ വിമാനത്തിന് പാര വെച്ചെങ്കിലോ. വാസ്തവത്തിൽ ഈ അബ്ബാസ് അരാക്ചിയൊക്കെ കൊല്ലാനാണെങ്കിൽ ഇസ്രായേലിന് 2 സെക്കൻഡ് മതി. തല പുറത്ത് കണ്ട എല്ലാവരുടെയും കോർഡിനേറ്റ്സ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ അബ്ബാസ് അരാക്ചിയെയും ഈ ഗാലിബിഫിനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് അതവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ആരെങ്കിലും ഒരാൾ വേണ്ട വർത്താനം പറയാൻ. അതുകൊണ്ടാണ്, അല്ലാതെ അവർക്ക് കൊല്ലാൻ അറിയാൻ വേണ്ടൊന്നുമല്ല. അതിന് ഇയാൾ ഈ റിഹേഴ്സലൊക്കെ നടത്തി നാണങ്ങളുണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും പിന്നെ പാതിരാത്രി, വെളുപ്പാൻ രാവിലെ 2 മണിക്കോ മറ്റോ അവർ വന്നു. അവർ വന്നപ്പോൾ JD വാൻസ് ഇല്ല. അപ്പോൾ ഷഹബാസ് ഷെരീഫ് ഫോൺ ചെയ്തു JD വാൻസിനോട്, എൻ്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ഇപ്പം JD വാൻസ് പറഞ്ഞു, പുറപ്പെട്ടു. അത് എവിടെ എത്തി? ഇപ്പം JD വാൻസ് പുറം കടലിൽ കപ്പലിൽ കിടക്കുക. കാരണം ഇറാൻകാർ വന്നിട്ട് വേണം പുള്ളിക്ക് പുറപ്പെടാൻ. അവർ വന്നു കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂറിനകം പുള്ളി എത്തും. പക്ഷേ അവർ വന്നില്ലെങ്കിൽ പുള്ളി അവർക്ക് വേണ്ടി, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇറാൻകാരന് വേണ്ടി കാത്തു കെട്ടിക്കിടന്നു. ഇറാൻകാരും വന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങേർക്കുണ്ടാകുന്ന നാണക്കേടാലോചിച്ചു. അതുകൊണ്ട് അങ്ങേരെ അയൽവക്കത്ത് ഒരു അറബിക്കടലിലെ ഒരു കപ്പലിൽ, അവിടെ പല കപ്പൽ കിടപ്പുണ്ടല്ല, എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ്, പിന്നെ ജോർജ് W. ബുഷ്, പിന്നെ ബോക്സർ, നിമിറ്റ്സ്, പല കപ്പലുകൾ ഇപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക. അതിലേതോ കപ്പലിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ട് താമസിക്കുകയായിരുന്നു. മറ്റവന്മാരിറങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു വിമാനം എടുത്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു. അപ്പോൾ കൂടെ വരേണ്ട നമ്മളുടെ സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാൾഡ് കുഷ്നർ, 2 പേരുണ്ട്. ഇവർ കയറുന്നതിന് മുമ്പേ JD വാൻസ് വിമാനം വിട്ടങ്ങ് പോയി. അതെന്ത് പരിപാടി, നമ്മളെ കൊണ്ടുപോകാത്തത്? അപ്പോഴാണ് കൂടെയുള്ളവർ പറയുന്നത്, നിങ്ങളെ വൈസ് പ്രസിഡൻ്റെ കൂടെ പറക്കാനുള്ളവരല്ല, നിങ്ങൾക്ക് വിമാനം വേറെ ഉണ്ട്. അയാൾ VIP ആണ്, നിങ്ങളെപ്പോലെയൊന്നും അല്ല. കാരണം ശരിയല്ലേ? സ്റ്റീവ് വിറ്റ്കോഫിനും ജെറാൾഡ് കുഷ്നർക്കും ഒഫീഷ്യൽ പോസ്റ്റൊന്നുമില്ല. ട്രംപിൻ്റെ മരുമകനാണ് ഒരാൾ, മറ്റേയാൾ പഴയ കൂട്ടുകാരനാണ് പള്ളിക്കൂടം മുതൽ. ഇത്രയേ ഉള്ളൂ യോഗ്യത, അല്ലാതെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ സ്ഥാനമൊന്നുമില്ല. എന്നാലും ഒരു വിമാനം ഇട്ടുകൊടുറാ എന്ന് ട്രംപ് പറഞ്ഞ സ്ഥിതിക്ക് വേറെ വിമാനം ഇട്ടുതരാം. വൈസ് പ്രസിഡന്റിൻ്റെ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. ശരി, വേറെ എങ്കിൽ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിമാനത്തിൽ അവരും ഇസ്ലാമാബാദിൽ വന്ന് ഇറങ്ങി. പരപരാ നേരം വെളുത്തു. ഒന്ന് ഉറങ്ങി, പിന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ പ്രാതൽ നാരായണൻ്റെ കടയിൽ നിന്ന് വരുത്തിയിരുന്നു. അപ്പോൾ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പം ബ്രെഡൊന്നും ഇല്ലിടും ചോദിച്ചു. നാരായണൻ ഉടനെ ഓടി അടുത്ത ബേക്കറി പോയിട്ട് ബ്രെഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇതൊക്കെ അവർക്ക് ആവശ്യം പോലെ സാധനമൊക്കെ കൊടുത്ത്, ചായ, കട്ടൻ ചായ. ഈ സായിപ്പന്മാർക്കൊരു സ്വഭാവമുണ്ട്, അവർ പാല് ഒഴിച്ച് ചായ കുടിക്കില്ല, കട്ടൻ ചായയെ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിച്ച് ഒക്കെ സമാധാനമായി. അപ്പം ചർച്ച തുടങ്ങാൻ പാകിസ്ഥാൻ പറഞ്ഞു, ചർച്ച തുടങ്ങാൻ ചേട്ടാ. എന്ത് ചർച്ച തുടങ്ങാൻ? എടാ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കടലാസിൽ എഴുതി ഒരു കവറിലിട്ട് തരും, നീ അത് കൊണ്ടുപോയി ഇറാന് കൊടുക്കണം. ഇറാൻ അതിൻ്റെ മറുപടി എഴുതി തരും, അത് കൊണ്ടുവന്ന് ഇവിടെ തരണം. ഇതാണ് ആദ്യത്തെ ചർച്ച. ഷഹബാസ് ഷെരീഫ് നിന്ന് പരിങ്ങി. എന്താണോ പരിങ്ങുന്നത്? അല്ല ചേട്ടാ, നടപ്പ് കുറേ നടക്കണം. 5 സ്റ്റാർ ഹോട്ടലാണ് ഇവർ ചെയ്തിരിക്കുന്നത്.
രണ്ടാം നിലയുടെ തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് ഇറാൻകാരുടെ മുറി. നാലാം നിലയുടെ വടക്ക് പടിഞ്ഞാറേ മൂലയ്ക്കാണ് അമേരിക്കക്കാരൻ്റെ മുറി. കാരണം ഇവിടെ എന്ത് ബഹളം ഉണ്ടായി അടിതൊഴി ഉണ്ടായാലും മറ്റിടത്ത് അറിയരുത്. അതുകൊണ്ടാണ് ഇത്ര ദൂരെ ഇത് വെച്ചത്. നടുക്ക് ലിഫ്റ്റും ഉണ്ട്. പക്ഷേ ലിഫ്റ്റ് വഴിയാണെങ്കിലും ഇത്രയും ദൂരം നടക്കണ്ടേ? സാധാരണ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഇടനാഴി എന്ന് പറഞ്ഞാൽ ആക്ഷേപമില്ലാതെ 1 കിലോമീറ്റർ വരും. അപ്പോൾ ആ 1 കിലോമീറ്റർ, 1/2 കിലോമീറ്റർ അങ്ങോട്ട്, പിന്നെ 1/2 കിലോമീറ്റർ തിരിച്ച് ലിഫ്റ്റിലേക്ക്, പിന്നെ ലിഫ്റ്റ് കയറി അവിടെ പുറത്തിറങ്ങി 1/2 കിലോമീറ്റർ വടക്ക് കിഴക്കോട്ട്, ഇങ്ങനെയൊക്കെ നടക്കണ്ടേ? നടന്ന് ഇവൻ്റെ ഊപ്പാട് വന്നു. അപ്പം JD വാൻസ് പറഞ്ഞു, ഞങ്ങൾക്കറിയാമല്ല, താനാണ് ഇത് ഏർപ്പാടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ വിളിച്ച് വരുത്തിട്ട് തന്നു. അല്ല, ഞാൻ ഓർത്ത് ചേട്ടാ. എന്തോർത്തു? അല്ല, മധ്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ മേശയുടെ പ്രധാന ഭാഗത്തിരിക്കും, നിങ്ങൾ 2 വശത്തും ഇരിക്കും, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറയും. അപ്പം ഞാനത് നോക്കിയിട്ട്, ഓ അത്രയൊക്കെ വേണോ വാൻസേ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ വാൻസ് പറയും, അല്ല അങ്ങനെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറയും. ഇതാണ് മധ്യസ്ഥത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. സത്യമാണ് കേട്ടോ. ഞാനും ഈ മധ്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 രാജ്യങ്ങളെക്കാൾ വലിയ ഒരു രാജ്യം, അല്ലെങ്കിൽ അത്രയും തന്നെ തലപ്പൊക്കവും സ്വാധീനവും ഒക്കെ ഉള്ളൊരു രാജ്യം. ഇതാണ് സാധാരണ മധ്യസ്ഥതയ്ക്ക് ഇറങ്ങുന്നത്. ഇവർ പറഞ്ഞാലേ മറ്റേ 2 പേര് കേൾക്കുകയുള്ളൂ. അല്ലാതെ തന്നിൽ ഇളയവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? 2 ഘടാഘടിയന്മാരായ അമ്മാവന്മാർ തമ്മിൽ വഴക്ക്. 16 വയസ്സുള്ള അനന്തരവൻ മധ്യസ്ഥനാകാൻ പറ്റുമോ? അവൻ കരഞ്ഞു വിളിച്ചിട്ട് 2 അമ്മാവന്മാരോട് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കാതെ എന്ന് പറയുമ്പോൾ പറയും, എടാ ഞാനിങ്ങനെ പറഞ്ഞു, നീ അവിടെ പോയി പറ. അതിന് ഞാൻ അവനോട് പോകാൻ പറയടാ എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയടാ. ഓർഡറെ ഇവൻ വേലിയേക്കുന്നുണ്ട്, ഓടി ഇപ്പുറത്ത് വന്നിട്ട് ഈ അമ്മാവനോട് പറയും. ഇതല്ലേ അനന്തരവന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മധ്യസ്ഥനാകാൻ പറ്റുന്നത് എങ്ങനെയാണ്? പാകിസ്ഥാന് പറ്റിയതാണ്. അമേരിക്കയുടെ സ്റ്റേച്ചറോ ഇറാൻ്റെ സ്റ്റേച്ചറോ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ചുക്കുമല്ല. പാകിസ്ഥാൻ്റെ കാൽക്കീഴിൽ 10 ആറ്റം ബോംബ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആശാൻ ഇത്ര ഞെളിയുന്നത്. ആറ്റം ബോംബിന് വലിയ വിലയൊന്നും ഇല്ല പോവേ, മനസ്സിലായോ? ആറ്റം ബോംബിന് വിലയുണ്ടായിരുന്നെങ്കിൽ ഇറാൻ പണ്ടേ അമേരിക്കക്ക് കീഴടങ്ങില്ലേ. അമേരിക്കയിലില്ലാത്ത ആറ്റം ബോംബ് വല്ലതും ഉണ്ടോ? ഇസ്രായേലിൻ്റെ കയ്യിൽ ആറ്റം ബോംബില്ലേ. ആറ്റം ബോംബ് ഇങ്ങനെ വെച്ച് മുഴിപ്പിക്കാന്നുള്ളതല്ലാതെ അതുകൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല ഈ വന്ന കാലത്ത്. ഇനി ആരെങ്കിലും യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ യുദ്ധമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരും അതിൽ തൊടില്ല. പാകിസ്ഥാൻ ഈ ആറ്റം ബോംബും കൊണ്ട് നടക്കുകയുള്ളൂ കേട്ടോ. അതെപ്പോഴെങ്കിലും നമ്മുടെ നരേന്ദ്രമോദി ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ നൂർഖാൻ ബോംബ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നമായതാണ്. ഇപ്പോഴും അവിടെ കോൺക്രീറ്റ് ഇട്ട് തീർന്നിട്ടില്ല. ഈ അനുഭവമൊക്കെ പാകിസ്ഥാനുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് തുടങ്ങി. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പറഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ JD വാൻസിന് ഒരു കഷ്ടം തോന്നി. എന്തൊക്കെയാണെങ്കിലും പ്രായമായ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്നത് ശരിയല്ലല്ലോ. ഉച്ചയ്ക്ക് ശാപ്പാടൊക്കെ സമൃദ്ധമായിട്ട് പായസമൊക്കെ ഉണ്ടായിരുന്നു. 2 തരം പായസം, അതുമൊക്കെ ആയിട്ട് നല്ല ഊണുമൊക്കെ കഴിച്ച് JD വാൻസ് ഒന്ന് മയങ്ങി എണീറ്റു. ചെറുപ്പമാണ്. അപ്പോൾ എന്നിട്ട് ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ 2 പേരും കൂടെ വേറൊരു മുറിയിലിരിക്കാം. ഇവിടെ വേറെ വല്ല മുറിയും ഉണ്ടോ? ഉണ്ടുണ്ട്, മുറിയൊക്കെ ധാരാളമുണ്ട്. പക്ഷേ താക്കോല് താഴെയാണെന്നേ ഉള്ളൂ. ഒരു താക്കോല് മേടിച്ചുകൊണ്ട് പാടുമോ? ഷഹബാസ് ഷെറീഫ് ഓടി താഴെ പോയി റിസപ്ഷനിൽ ചെന്ന് ഒരു താക്കോൽ കൂടെ മേടിച്ചുകൊണ്ട് വന്നു. ആ മുറി തുറന്നു. JD വാൻസ് നോക്കി കഴിഞ്ഞപ്പോൾ അതിനെന്ത് സൗകര്യം പോരാ, ഇത് വേണ്ട, വേറൊരു മുറി കാണിച്ചെന്ന്. ഇയാൾ നിന്ന് പരുങ്ങും. എന്താടോ? അല്ല, അതിന് വീണ്ടും താക്കോൽ എടുക്കാൻ താഴെ പോകും. താഴെ പോയി 4-5 താക്കോൽ എടുത്തിട്ട് പാടൂ. ഇങ്ങനെ ബോധമില്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇയാൾ 4-5 താക്കോൽ വന്ന് ഒരു മുറി തുറന്ന്. അത് ബോധ്യമായി. ഇറാൻകാരുടെ കാൽക്കൽ ഷഹബാസ് ഷെറീഫ് അങ്ങ് വീണു. എൻ്റെ പൊന്നു ചേട്ടാ, മുറി അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനി അതിനൊന്നും ഉടക്ക് വയ്ക്കരുത്, നിങ്ങൾ വന്ന് സംസാരിക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലടോ, ഞങ്ങൾ വന്ന് സംസാരിച്ചോളാം, ഞങ്ങൾ നടന്നു വന്നതിൻ്റെ ഒരു ക്ഷീണമേ ഉള്ളൂ. നടന്നു വന്നതിൻ്റെ ക്ഷീണവും? അതെ, കാരണം ഈ വിമാനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ബഹളമൊക്കെ വെച്ച് വിമാനത്തിലും പറ്റില്ല, കപ്പലിലും പറ്റില്ല, എന്തു വന്നാലും തട്ടിപ്പോകുന്ന സ്ഥിതിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നടക്കുകയായിരുന്നു.
ഈ ഇറാൻ്റെ വടക്ക് വശത്താണല്ലോ പാകിസ്ഥാൻ, മനസ്സിലായോ? അവിടെ നുഴഞ്ഞു കയറുന്നതും അല്ലാതെയുമുള്ള റോഡും പാതയൊക്കെ ഉണ്ട്. ഇറാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കടക്കാനും തിരിച്ചു കടക്കാനും ഒക്കെ. ആ വഴിക്ക് ഞങ്ങൾ ഇന്ന് നടന്നു പോകുന്നു. തലയിൽ കെട്ടി ഇച്ചിരി വലുതാക്കി കെട്ടി പുറത്ത് ഒരു ചാക്കും ഒക്കെ ഫിറ്റ് ചെയ്ത് വേഷം മാറിയിട്ട് ഞങ്ങളിപ്പോൾ അത് നടന്ന് കപ്പലിൻ്റെയൊക്കെ കുറിച്ച് അങ്ങനെ വഴിയിലൊരു സ്ഥലത്ത് താമസിച്ച് അങ്ങനെ നിന്ന് വന്നു ഞങ്ങൾ. അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാം കൂടെ പേടിപ്പിച്ച്. ഞങ്ങൾക്ക് ഇസ്രായേലിനെ പേടിയൊന്നുമില്ല കേട്ടോ. ചേട്ടന് ഇസ്രായേലിനെ പേടിയില്ലെന്ന് പണ്ടേ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു ഷെഹബാസ് ഷെരീഫ് കളിയാക്കി. ഒന്നും പറയണ്ട. അപ്പോൾ മുഖാമുഖം മീറ്റിങ്ങിൽ JD വാൻസ് പറഞ്ഞു, ദേ ഫസ്റ്റ് റൗണ്ട് ഇപ്പം തന്നെ ഞാൻ വായിക്കാം. ആദ്യത്തെ റൗണ്ട് ചർച്ച ഇറാൻ, ഇതാണ് ആദ്യത്തെ വാക്ക്. ഇറാന് സമ്മതമാണോ? ഇറാൻ പറഞ്ഞു സമ്മതമാണ്. ഇറാൻ, അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് അല്ലേ? അതെ, IRAN, ഇറാൻ. അപ്പോൾ ആദ്യ റൗണ്ട് ജയിച്ചു. ഉടനെ ഷെഹബാസ് ഷെരീഫ് പുറത്തിറങ്ങിയിട്ട് മെസ്സേജ് കൊടുത്തു എല്ലാവർക്കും, ഫസ്റ്റ് റൗണ്ട് വിജയം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആണവായുധം. അപ്പോൾ ഇറാൻ പറഞ്ഞു ആണവായുധം അത് കുഴപ്പമൊന്നുമില്ല, ശരി. സെക്കൻഡ് റൗണ്ട് ജയിച്ചു. ഷെഹബാസ് ഷെരീഫ് ചെണ്ട അടിച്ചു, സെക്കൻഡ് റൗണ്ട് ജയിച്ചു. മൂന്നാമത്തെയാണ് നിർമ്മിക്കില്ല. ഇറാൻ പറഞ്ഞു അത് പറ്റില്ല, നിർമ്മിക്കും എന്ന് തിരുത്തണം. അത് പറ്റില്ല, നിർമ്മിക്കില്ല എന്ന് എഴുതുള്ളൂ. നിർമ്മിക്കും എന്ന് എഴുതണം, എഴുതുകയില്ല. അപ്പോൾ ഇറാൻ ആണവായുധം ഈ രണ്ട് വാക്ക് യോജിച്ചു. നിർമ്മിക്കുമെന്നോ നിർമ്മിക്കില്ലെന്നോ ഉള്ളതിൽ തർക്കം. അപ്പോൾ മൂന്നാം റൗണ്ട് പരാജയം. അപ്പോൾ ഷെഹബാസ് ഷെരീഫ് മൂന്നാം റൗണ്ട് ചർച്ച പരാജയപ്പെട്ടു. അപ്പോഴത്തേക്കും മണിക്കൂർ 21 ഇവരുടെ കുളി, ഭക്ഷണം, താമസം, സംഗതിയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ ചർച്ചയും പിന്നെ ഈ നാടകവും ഒക്കെ കൂടി 21 മണിക്കൂറായി. JD വാൻസ് പത്രക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ടൈ ഒക്കെ ശരിയാക്കി ഒക്കെ ചെയ്തു. ഞങ്ങളുടെ ചർച്ച ഇറാൻ്റെ നിർഭാഗ്യത്തിന് പരാജയപ്പെട്ടു. എങ്ങനെയുണ്ട്? ഇറാൻ്റെ കഷ്ടകാലം പരാജയപ്പെട്ടു. അപ്പോൾ എന്നാൽ പിന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് എല്ലാവരും അയാളുടെ പാട്ടിന് അമേരിക്കയിൽ പോയി. അയാളുടെ പിന്നാലെയുള്ള ഫ്ലൈറ്റിൽ സ്റ്റീവ് വിറ്റ്കോഫും ജെറാൾഡ് കുഷ്നറും അവരും കയറിപ്പോയി. വിറ്റ്കോഫിൻ്റെ അടുത്ത് ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു, അല്ല ചേട്ടാ, ഒരു 2 ദിവസം കഴിഞ്ഞ് പോകാം. ഏതായാലും ചേട്ടൻ വന്നല്ലോ. പിന്നെ ഞാൻ കൊട്ടൻ ചുക്കാതി കുഴമ്പൊക്കെ ഇന്ത്യയിൽ നിന്ന് വരുത്തിയിട്ടുണ്ട് ചേട്ടന് വേണ്ടി പ്രത്യേകം. എടാ, കുഴമ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പം ഇവൻ്റെ പിന്നാലെ പോയില്ലെങ്കിൽ പ്രശ്നമാകും. മറ്റേ കാർന്നൊരവിടെ വലിയ ബഹളം വയ്ക്കും. ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാം. ഞാൻ വന്നാൽ ആരും ശ്രദ്ധിക്കാനാണ്? നമ്മൾ പഴയ കൂട്ടുകാരല്ലേ, നീ സമാധാനപ്പെടുമെന്ന് പറഞ്ഞിട്ട് സ്റ്റീവ് വിറ്റ്കോഫും ജെറാൾഡ് കുഷ്നറും കൂടെ തിരിച്ചുപോയി. ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ചരിത്രത്തിൽ ഇന്ന് വരെ ചിരിക്കാത്ത രീതിയിൽ നിർത്താതെ നെതന്യാഹു ചിരിച്ചു എന്നാണ് വാർത്ത. നിങ്ങൾക്ക് ഈ വാർത്ത അധികമൊന്നും കാണാൻ പറ്റില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടി സംഘടിപ്പിച്ച രഹസ്യ വാർത്തയാണ്. നിങ്ങളോടായതുകൊണ്ട് ഞാൻ തുറന്നു പറയുന്നു, നിങ്ങൾ പുറത്തെങ്ങും പറയരുത് കേട്ടോ, ചതിക്കരുത്. ഞാൻ ചില വാർത്തകളൊക്കെ സംഘടിപ്പിച്ച് നിങ്ങളത് പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ആ കൂടെ പ്രശ്നമാകും. ഏതായാലും നെതന്യാഹു നിർത്താതെ ചിരിച്ചു. കാരണം ഇവരുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ നെതന്യാഹു ലെബനന് നല്ല ഉഗ്രൻ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 254, അത് പിന്നെ 300ആയി, ഇപ്പം 450 മറ്റുമായി. നെതന്യാഹു പറഞ്ഞു, അമേരിക്കയിൽ ഈ ലെബനൻകാർ വന്നാൽ ഞാൻ ചർച്ച ചെയ്യാൻ ഏർപ്പാട് ചെയ്യാം. എൻ്റെ ഉദ്യോഗസ്ഥന്മാരോട് പറയാം, എടാ അമേരിക്കയിൽ പോ, അവരുമായിട്ട് ചർച്ച ചെയ്യണം, അല്ലാതെ ഈ അടുത്ത അയൽവക്കത്തെങ്കിലും ചർച്ച നടക്കുന്നില്ല. ലെബനൻ പറഞ്ഞു, അമേരിക്ക വരെ പോകാനൊന്നും ഞങ്ങളില്ല. അതെന്താണോ, എനിക്ക് അമേരിക്കയിൽ പോയാൽ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലെബനൻ ഉള്ള സത്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശില്ല ചേട്ടാ അവിടം വരെ വിമാനം പറപ്പിക്കാൻ. അത് ശരി, എന്നാൽ അത് പറയണ്ട. എന്തൊരു തമാശയാണെന്ന് അറിയാം. കാശില്ല, ലെബനൻ ആകെ പൊളിഞ്ഞു നീക്കുകയാണ്. അതിൻ്റെ കൂടെ ഇസ്രായേൽ അടിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും മനുഷ്യൻ? 10 പൈസ കയ്യിലില്ല, അങ്ങനെ ദാരിദ്ര്യം പിടിച്ച് നിൽക്കുന്നു. അപ്പോഴേക്ക് ട്രംപ് എന്ത് ചെയ്തു? ചർച്ച പരാജയപ്പെട്ടു. എൻ്റെ 3 ഡിസ്ട്രോയർ കപ്പലുകൾ
ഹോർമൂസ് കടലിടുക്കിനെ ലക്ഷ്യമാക്കി പൊക്കോണ്ടിരിക്കുകയാണ്. ആ എന്തിനാണെന്നറിയാമോ? അവിടെ കടലിനടിയിലുള്ള മൈനൊക്കെ വാരിക്കളയാനായിട്ട്. മൈൻ എവിടെയോ എന്ന് ഇറാനോട് ചോദിച്ചു. ഇറാൻ പറഞ്ഞു എനിക്കറിയാമല്ല. അല്ല, താനല്ലേ മൈൻ കുഴിച്ചിട്ടത് ഞാനാണ്, പക്ഷേ എവിടെ കുഴിച്ചിട്ടു എന്ന് എനിക്കറിയാമല്ല. അതെന്ത് പറ്റി? എവിടെ കുഴിച്ചിട്ടു എന്ന് അറിഞ്ഞുകൂടാത്തത്? അത് എൻ്റെ കൂടെയുള്ള പോട്ടന്മാർ മൈൻ ഇടാൻ നേരത്ത് ഞാൻ പറഞ്ഞതാണ്, എടാ ഒരു അടയാളം വെക്കണം എവിടെ കുഴിച്ചിടുന്നു. ഇവൻ അടയാളം വെച്ചു എവിടെയെന്നറിയാമോ? ബോട്ടിൻ്റെ സൈഡിൽ ചുണ്ണാമ്പ് കൊണ്ട് വരച്ചു. മൈൻ താഴത്തേക്ക് ഇടുമ്പോൾ എവിടെ നിന്നാണോ ഇടുന്നത് അവിടെ വെച്ച് ബോട്ടിൽ ഒരു ചുണ്ണാമ്പ് കൊണ്ട് വരച്ചു. എന്നിട്ട് ബോട്ടുമായിട്ട് പോകും. ഇത്രയും വലിയ മണ്ടന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ചേട്ടാ. ഞാൻ പറയുന്നത് സത്യമാണ്, എന്നെ വിശ്വസിക്കണം. ഇതാണ് ഇറാൻ പറയുന്നത്. IRGC പറയുന്നു കപ്പലും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഞാൻ തീർത്ത് കളയും. എവിടെ? 3 കപ്പലും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കയറാൻ സ്ഥലമില്ല. 3 കപ്പലിന് പാരലായിട്ട് പോകാൻ എന്ത് ആന എഴുന്നള്ളിക്കലോ. അവിടെ ആകെ കൂടെ 33 കിലോമീറ്റർ വീതിയാണ്. അതിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം തുറന്നു വരുമ്പോൾ 96 കിലോമീറ്ററൊക്കെ ഉണ്ട്. പക്ഷേ ഇടുക്ക് എന്ന് പറയുന്നത് 33 കിലോമീറ്ററാണ്. അതിൽ തന്നെ ആഴം കുറഞ്ഞ സ്ഥലത്തൊക്കെ കൂടെ പോകണം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു കപ്പൽ തിരിച്ചു പോയി 2 ഡിസ്ട്രോയർ അകത്തേക്ക് പൊക്കുന്നു. അകത്തേക്ക് കയറി അവരിപ്പം മൈൻ വാരിക്കൊണ്ടിരിക്കുകയാണ്. 5-6 മൈൻ എന്തോ വാരിക്കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. ഇറാൻ പറഞ്ഞു, കണ്ടോ തിരിച്ചു പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ച അവർ പറയുന്നു. സത്യത്തിൽ എനിക്കറിഞ്ഞൂടാ. ഇപ്പം സംഭവിക്കുന്നത് ഹോർമൂസ് കടലിടുക്കൽ ശാന്തമാണ്, ഒരു കപ്പലും പോകുന്നില്ല. അല്ല, ഇങ്ങനത്തെ ഒരു അനിശ്ചിതത്വം ഉണ്ടായി കഴിഞ്ഞാൽ കപ്പൽ കൊണ്ടുപോകാൻ പറ്റുമോ? മൈൻ ഉണ്ടോ ഇല്ലെന്നറിയാമില്ല, ആരെ ഇതിൻ്റെ ഉടമസ്ഥനെന്നറിയാമില്ല. മിനിഞ്ഞാന്നാണ് ട്രംപ് പറഞ്ഞത് ആവശ്യമുള്ളവൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നോളണം, എനിക്ക് ആ ആവശ്യമൊന്നുമില്ല. ഇന്നും പുള്ളി പറഞ്ഞു ഈ കപ്പലയച്ചിട്ട് മൈൻ വാരി മാറ്റാനായിട്ട് കപ്പലയക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പുള്ളി പറഞ്ഞു എനിക്കിത് ആവശ്യമൊന്നുമില്ല, ലോകത്തിന് മുഴുവൻ കൊടുക്കാനുള്ള എണ്ണ, ഗ്യാസ്, പിണ്ണാക്ക്, പരുത്തിക്കുരു കംപ്ലീറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഇങ്ങോട്ട് വന്നാൽ മതി. അമേരിക്കൻ എണ്ണ, അമേരിക്കൻ ഗ്യാസ്, പിന്നെ വെനസ്വേലൻ എണ്ണ, നല്ല തങ്കം പോലത്തെ എണ്ണ, ഇതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്, ലോകത്തിന് മുഴുവൻ തരാൻ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, നിങ്ങൾ എന്തിനാ ഈ ഇറാൻ്റെ കാല് പിടിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചോദ്യം വന്നു, എന്നാൽ പിന്നെ ചേട്ടൻ എന്തിനാ ഡിസ്ട്രോയറെ അയച്ചിട്ട് അവിടെ മൈൻ വരാൻ പോകുന്നത്? എടാ, അതൊക്കെയല്ലേ എൻ്റെ തന്ത്രം. ഇവൻ്റെ ആ കാർഗ് ഐലൻഡ് ഉണ്ട്, കാർഗ് ഐലൻഡ്, അത് ഞാനങ്ങ് വളയും. മനസ്സിലായോ? ഈ ഹോർമൂസ് കടലിടുക്കിലെ മൈനും മാറ്റിയിട്ട് അവൻ്റെ കാർഗ് ഐലൻഡ് ഞാൻ വളയും. എന്നിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാ എണ്ണയും ഗ്യാസും ഞാൻ കടത്തിവിടും. കാർഗ് ഐലൻഡിൽ നിന്നാണ് ഇറാൻ്റെ എണ്ണ വരുന്നത്, അത് ഞാൻ വിടുകയുമില്ല. അങ്ങനെയാണ് ചതിക്ക് ചതി, ചെക്ക് വയ്ക്കുക എന്നൊക്കെ പറയും. ചെക്ക് വയ്ക്കുക. ഹോർമൂസ് കടലിടുക്കും അമേരിക്കയുടെ കയ്യിലായി. എന്നാൽ ഇറാന് ഒരു തുള്ളി എണ്ണ കയറ്റി അയക്കാൻ പറ്റുകയില്ല. കാരണം കാർഗ് ഐലൻഡ് ചുറ്റി അമേരിക്ക നിൽക്കുകയാണ്. കാർഗ് ഐലൻഡ് അല്ലെങ്കിൽ തന്നെ ബോംബിട്ട് വശകിടായി നിൽക്കുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇറാൻ്റെ കയ്യിൽ ഇപ്പം മിസൈലൊന്നും ഇല്ലേ? അതോ വെടിനിർത്തലായതുകൊണ്ട് മിസൈൽ അയക്കാത്തതാണോ? പക്ഷേ വെടിനിർത്തലിനിടയ്ക്കും 2 പടക്കപ്പലുകൾ, 2 ഡിസ്ട്രോയർ കപ്പലുകൾ, അതിനെന്തോ കുബ്ലീഷ്യസ് പേരാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ആ പേരുകളൊന്നും വിട്ടു. അമേരിക്കൻ കപ്പലുകൾക്ക് വലിയ വലിയ പേരാണ്. കപ്പൽ വലുതായി കഴിയുമ്പോൾ അവർ പ്രസിഡൻറ്റിൻ്റെ പേരിടും. ചത്തുപോയ പ്രസിഡൻറ്റിനെയൊക്കെ അവർ ഉപ്പുവെള്ളത്തിലിട്ട് വയ്ക്കുക. അങ്ങനെയാണ് ഈ എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ഫോർഡ്, ജോർജ് W. ബുഷ് എന്നൊക്കെ പറഞ്ഞ് കപ്പലിന് പേരിട്ടിരിക്കുന്നു. പ്രസിഡൻറ്റിൻ്റെ ഡെഡ് ബോഡിയാണെന്ന് സങ്കല്പിച്ച് ഉപ്പിലിട്ട് അവർ കപ്പലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രോയറിൻ്റെ പേര് ഞാനിങ്ങ് വിട്ടു. പേരൊക്കെ എനിക്ക് ഇൻ്റർനെറ്റിലുണ്ട്, ഞാനെന്തിനാ അത് കാണാപ്പാടം പഠിക്കുന്നു വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വശത്തുകൂടെ ഹോർമൂസ് കടലിടുക്ക് വേണ്ടാന്ന് പറയുക, മറുവശത്തുകൂടെ അവിടെ ഡിസ്ട്രോയർ കപ്പലയക്കുക, ഇങ്ങനത്തെ തോന്നിയാസമൊക്കെ കാണിക്കുക. അതിൻ്റെ കൂടെ പുള്ളിയുടെ ട്രൂത്ത് സോഷ്യൽ വഴി എന്തൊരു ചീത്ത. അതിനിടയ്ക്ക് വീണ്ടും പറഞ്ഞു, ഞാൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയവനാണ്. 35 ലക്ഷം ആൾക്കാരുടെ, അതോ 3.5 കോടിയോ, 35 മില്യൺ
എന്ന് പറയുമ്പോൾ 3.5 കോടിയല്ലേ. 3.5 കോടി ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചവനാണ് ഞാൻ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പൊങ്ങച്ചവും കൂടെ കൂടെ പറയുന്നുണ്ട്. ഇങ്ങേരിത് എന്ത് ഭാവിച്ചാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ അക്ഷോഭ്യനായിട്ട് ഒരു മനുഷ്യൻ നെതന്യാഹു അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് ചെയ്യുന്നു. ഈ യുദ്ധത്തിൽ ലക്ഷ്യബോധമുള്ള ഏക മനുഷ്യൻ നെതന്യാഹുവാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നല്ലത് ചീത്ത എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തർക്കിക്കാം. പക്ഷേ ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ട്, ഡിറ്റർമിനേഷൻ ആ മനുഷ്യനുണ്ട്, ആ രാജ്യത്തിനുമുണ്ട്. അത് പ്രത്യേകം ശ്ലാഘനീയമാണ്. താങ്ക് യു.